നീളവും വീതിയും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ട് അവരുടെ മുട്ടിടിക്കാൻ തുടങ്ങി. ഓ, അവര് വളരെ താഴ്ന്ന മനോഭാവത്തിൽ അവിടെ നിന്നു. എന്നാൽ ദാവീദ് പറഞ്ഞു, Who is this uncircumcised Philistine? ഓ, ഈ ഫിലിസ്ത്യൻ ഇവന് ആരവൻ? Everybody was looking at the size of the problem. അവര് എല്ലാം അവിടെ നിന്ന എല്ലാവരും അവിടെ മുമ്പിൽ നിന്ന ഗോലിയാത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ David looked at the uncircumcision. ദാവീദ് നോക്കിയത് അതല്ല, അവന്റെ വലിപ്പത്തെ അല്ല നോക്കിയത്. ദാവീദ് തനിക്ക് ഒരു കാര്യം അറിയാം, ദൈവത്തെ താൻ നോക്കി, തന്റെ കൂടെയുള്ള ദൈവത്തെ കുറിച്ച് ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. Uncircumcision means that he has no covenant with God. അവന് ദൈവത്തോട് ഉള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഗോലിയാത്ത് പരിച്ഛേദന ഏറ്റവനല്ല. അതിന്റെ അർത്ഥം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ഇല്ല. ഗോലിയാത്തിന് ദൈവത്തെ അറിയത്തില്ല. എന്നാൽ ദാവീദ് വിഷയങ്ങൾ വലുതായിക്കോട്ടെ, നിങ്ങളുടെ ദൈവവുമായിട്ട് നിങ്ങളുടെ വിഷയത്തിന് ഒരു ഉടമ്പടി ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾ ദൈവത്താൽ ഉടമ്പടി ചെയ്തവനായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ നിന്നാൽ അത്ഭുതം നടന്നേ പറ്റും. Everybody was very humble. Oh, what will happen? എല്ലാവരും ഇങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് കരുതി എല്ലാവരും നിന്നപ്പോൾ You should look at the programs where you need to look. നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, അവിടെ വേണം നിങ്ങളുടെ കണ്ണിരിക്കാൻ. David saw the uncircumcision. ദാവീദ് കണ്ടത് തനിക്ക് പരിച്ഛേദന ഏറ്റില്ല, ദൈവമായിട്ട് തനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നില്ല. Look at the problem where you need to look. നിങ്ങളുടെ നോക്കേണ്ട സ്ഥലത്ത് എവിടെയാ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, എവിടെയാ നിങ്ങളുടെ വീക്ക് പോയിന്റ്, അത് വേണം നിങ്ങൾ നോക്കാൻ. അതിന്റെ വിഷയത്തിന്റെ വലിപ്പം ഒരിക്കലും നിങ്ങൾ നോക്കരുത്. അതിന്റെ താഴ്ച കാണുക, അപ്പോൾ നിങ്ങളുടെ ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയത്തിന്റെ വലിപ്പം കാണാതെ നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തിന്റെ വലിപ്പം ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ അത്ഭുതം നടക്കാൻ ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. Verse 33 says, അതിന്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. We were in our own sight as grasshoppers, and so we were in their sight. അതിന്റെ 33-ാമത്തെ വാക്യം, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. They saw themselves as grasshoppers. അവര് തങ്ങളെ തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നിയവർ. And then the enemy saw them as grasshoppers. ഇവരെ നോക്കിയപ്പോൾ ഇവരെ വെട്ടുക്കിളിയെ പോലെയാ തോന്നിയത്. Amen. Once you see yourself as grasshopper, the enemy will see you as grasshopper. നിങ്ങളെ തന്നെ ഒന്ന് ചെറുതായി കണ്ടാൽ നിങ്ങളുടെ ശത്രുവും നിങ്ങളെ ചെറുതായിട്ട് തന്നെ കാണും. But if you read Joshua, എന്നാൽ യോശുവയുടെ പുസ്തകത്തെ വായിച്ചാൽ അവർ ഇവരെ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ശത്രു നിങ്ങളെ പേടിച്ചിരിക്കുക. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം നിങ്ങളെ ഭയപ്പെട്ടാൽ അതിന് പകരം നിങ്ങൾ അതിനെ പേടിച്ചിരിക്കുക. Amen. Amen. Do you know how Caleb and Joshua saw the problem? Giants. കാലേബും ജോഷുവയും ആ വിഷയത്തെ എങ്ങനെയാ നോക്കി കണ്ടതെന്ന് നിങ്ങളവിടെ വായിച്ചില്ലേ? Chapter 14 verse 8 and 9. അതിന്റെ 14-ാം അധ്യായം, അതിന്റെ 8-ാം വാക്യം, അതിന്റെ 9-ാം വാക്യം. 8-9. If the Lord delights in us and he will bring us into this land and give it to us, a land which flows with milk and honey, only rebel not you against the Lord, neither fear you the people of the land, for they are bread for us. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. The reason God was about to give that promised land was because God was delighting in them. ദൈവം ആ വാഗ്ദത്തദേശം അവർക്ക് നൽകിയത് എന്തെന്നാൽ ദൈവത്തിന് അവരുടെ ചിന്താഗതിയിൽ, അവരുടെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചു. അവരുടെ ഇഷ്ടപ്പെട്ടു, ദൈവത്തിന് അവരുടെ ചിന്താഗതി ഇഷ്ടപ്പെട്ടു. Do you know what is the biggest sin? നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ പാപം എന്താണെന്ന് അറിയാമോ? Unbelief. വിശ്വാസമില്ലാത്തത്. Unbelief is the root of all sin. അവിശ്വാസം എല്ലാ പാപത്തിന്റെയും മൂല കാരണമാണ്. Do you know that at the end when God will put people into the lake of fire, അവസാനം നിത്യ അഗ്നിയിലേക്ക്
ദൈവം പാപികളെ തള്ളിയിടുമ്പോൾ who is the first category of people who is going there? ആദ്യം തള്ളിയിടപ്പെടുന്ന ആൾക്കാർ ആരാന്നറിയാമോ? Unbelieving people. അവിശ്വാസമുള്ളത്. To God, unbelief is really bad. ദൈവത്തിന്റെ കണ്ണിൽ അവിശ്വാസം എന്നത് ഏറ്റവും വലിയ പാപമാണ്. Once you have unbelief, you will commit all kind of sin. നിങ്ങൾക്ക് അവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പാപവും ചെയ്യാൻ തുടങ്ങും. The root of all sin is unbelief. എല്ലാ പാപത്തിന്റെയും വേര് അവിശ്വാസം. When Adam doubted God, he committed the high treason. ആദാം ദൈവത്തെ സംശയിച്ചപ്പോൾ പാപം ചെയ്തു. Amen. Amen. Hallelujah. He doubted what God said. ദൈവം പറഞ്ഞത് ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് തനിക്ക് സംശയമായി. ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞപ്പോൾ തന്റെ വിശ്വാസത്തിന്റെ ചിന്താഗതി മുഴുവൻ താഴ്ത്തു. Once you change your thinking, ചിന്താഗതി മുഴുവൻ മാറിയപ്പോൾ you are about to commit sin. പാപം ചെയ്യാനുള്ള ആ കാര്യത്തിലേക്ക് ഒരു പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ വന്നു. So these people, ഈ പറഞ്ഞ വ്യക്തികൾ, Joshua and Caleb, ജോഷുവയും കാലേബും saw their enemies as bread. അവരുടെ ശത്രുക്കളെ അവരുടെ ആഹാരമായിട്ടാണ് കണ്ടത്. Your problems are the bread. നിങ്ങളുടെ വിഷയം നിങ്ങളുടെ ഭക്ഷണമാണ്. Are you ready to eat it? നിങ്ങൾക്ക് അതിനെ വിഴുങ്ങാവോ? ആ വിഷയത്തെ നിങ്ങൾക്ക് വിഴുങ്ങിക്കളയാവോ? 10 people said, it is giants, we cannot conquer it. 10 പേര് തിരിച്ചു വന്നിങ്ങനെയാ പറഞ്ഞത്, ദേശം ഒക്കെ കൊള്ളാം, പാലും തേനും ഒഴുകുന്ന ദേശമാ, പക്ഷേ അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട്. These 2 people said, അവരുടെ മുമ്പിൽ നമ്മള് വെട്ടുക്കിളിയെ പോലെയുള്ളൂ. These 2 people said, 2 പേരിങ്ങനെ പറഞ്ഞു, they are bread for us. വെട്ടുക്കിളിക്ക് ഇത് ആഹാരമായി തീരും. How do you see yourself? നിങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? How? എങ്ങനെയാ കാണുന്നത്? Do you see yourself as grasshopper? നിങ്ങളെ ഒരു ഗ്രാസ്ഹോപ്പർ ആയിട്ട് ഒരു വെട്ടുക്കിളിയെ പോലെയാണോ നിങ്ങൾ കാണുന്നത്? Or do you see yourself as something which will eat your problems? അതോ നിങ്ങളുടെ വിഷയത്തെ വിഴുങ്ങിക്കളയാൻ കഴിവുള്ള ഒരു വലിയ വെട്ടുക്കിളിയായിട്ടാണോ നിങ്ങളെ കാണുന്നത്? If you have big problem, നിങ്ങൾക്ക് വലിയ വിഷയമുണ്ടെങ്കിൽ, I believe God is saying, let us have a royal feast. കർത്താവ് ഇങ്ങനെയാ പറയുന്ന, അങ്ങനെയാണെങ്കിൽ വിശാലമായ വിരുന്ന് ഒരുക്കപ്പെടട്ടെ. Eat your problem. Eat your problem. നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ തിന്നുകളയണം. Amen. Amen. Have the spirit of faith. വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ ആത്മാവ് ഉണ്ടാകട്ടെ. Possess it. അത് പ്രാപിച്ചെടുക്കണം. When you stand before God, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, you have this spirit of faith. നിങ്ങളുടെ വിശ്വാസം കാണണം അവിടെ. Don't think whether it has happened to so and so, whether it has happened to so and so. ആ വ്യക്തിക്ക് അത് സംഭവിച്ചോ, ഈ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചോ, അതിനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കുന്നു. What do you believe? Jesus once asked, do you believe that I can heal you? കർത്താവ് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നോ? ഞാൻ അവരെ സൗഖ്യമാക്കി നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നോ? Do you believe? Do you believe I can prosper you? നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുമെന്ന്, ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe I can prosper you in the midst of this financial downturn? സാമ്പത്തികമായ ഈ തകർച്ചയുടെ മധ്യത്തിൽ ഭൗതികമായി നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe I can put you in a position of influence even if you have no qualification? നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലെങ്കിലും ഉന്നതമായ സ്ഥാനത്ത് ദൈവത്തിന് നിങ്ങളെ നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe you can marry a princess or a prince even if you have no qualification? നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു രാജകുമാരനെയോ ഒരു രാജകുമാരിയോ വിവാഹം കഴിച്ച് ഒരു രാജാവോ ഒരു രാജകുമാരനോ ആകാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you know who you are? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? You are a king and priest. നിങ്ങളൊരു രാജാവും ഒരു പുരോഹിതനും. Kings don't work, they speak. രാജാവ് ഒരിക്കലും പണിയെടുക്കാറില്ല, കൽപ്പിക്കാറേ ഉള്ളൂ. ആരെവിടെ? They speak. അവർ കൽപ്പിക്കാറ് മാത്രമേ ഉള്ളൂ. The higher you go in rank in anything in the office, നിങ്ങൾ ഒരു ഓഫീസിൽ തന്നെ വലിയൊരു സ്ഥാനത്തേക്ക് നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ, the more you speak. നിങ്ങൾ ജോലി ചെയ്യുന്നതിലധികം Physical labor കൽപ്പിക്കുക ചെയ്യുന്നത്. Physical labor നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നതിലധികം നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്നതിലധികം നിങ്ങൾ ഒരു വലിയ സ്റ്റാൻഡേർഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. How did God create all this? ദൈവം ഈ കാണുന്ന മുഴുവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? He spoke it. പറഞ്ഞു വിട്ടു.
ഉളവാകട്ടെ എന്ന് താൻ പറഞ്ഞപ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. He speak the word and all these things was created. പ്രിയപ്പെട്ടവരെ, അവന്റെ വായിൽ നിന്ന് വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഈ കാണുന്ന സകലതും ഉളവായി. If you speak, നിങ്ങൾ പറഞ്ഞു വിട്ടാൽ you will see. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കാണും. Speak what you want to see, not what you see. നിങ്ങൾക്ക് വേണ്ടിയത് വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾക്ക് കാണേണ്ടത് നിങ്ങൾ പറഞ്ഞു വിടണം. Don't say nothing will happen. ഒന്നും സംഭവിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോയ പോലെ ഈ ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോയി. Don't say that. കഴിഞ്ഞ ആഴ്ച ചോദിച്ചാൽ പ്രസംഗിച്ചു, ഈ ആഴ്ച ആൽഫ്രണ്ട് പ്രസംഗിച്ചു. എല്ലാ ആഴ്ചയും വിശ്വാസം, എല്ലാ ആഴ്ചയിലും സ്നാനം, എല്ലാ ആഴ്ചയിലും കറുത്ത എല്ലാ ആഴ്ചയിലും സ്തോത്രാഴ്ച, വെള്ളി പണ്ട്, ഇന്ന് ഒരു CD കാണിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. Don't have that careless attitude. പ്രിയപ്പെട്ടവരെ, ആ ടൈപ്പ് മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. Always keep you rejuvenated in that word. എപ്പോഴും ഒരു പുതുക്കം ശരീരത്തിന്റെ മേൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ എപ്പോഴും പുതുക്കം പ്രാപിക്കണം. I allow myself to be in the presence of God always. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഞാൻ ആയിരിക്കുവാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. I always listen to the word of God. ഞാൻ എപ്പോഴും ദൈവവചനം കേൾക്കുവാൻ, I immerse myself in the word of God. എന്നെ തന്നെ ഞാൻ ദൈവവചനത്തിൽ ഞാൻ മുക്കിയെടുക്കും. I don't allow people to speak into my life. മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്ന വാക്ക് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, അവന്റെ ആത്മാവിൽ അവൻ എന്നോട് സംസാരിക്കാനുള്ളത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That's why I'm so happy. അതുകൊണ്ടാണ് ഞാൻ അധികം സന്തോഷിക്കുന്നത്. I'm not happy only in Sundays. ഞാൻ ഞായറാഴ്ച മാത്രമല്ല ഞാൻ I'm happy സന്തോഷിക്കുന്നത്. 24/7. ഞാൻ 24 മണിക്കൂറും 7 ദിവസവും ഞാൻ സന്തോഷിക്കാം. എന്റെ വർഷത്തിലെ 365 ദിവസവും എന്റെ സന്തോഷത്തിന്റെ ഗ്രാഫിന് കൂടുതലോ കുറവോ വന്നിട്ടില്ല. കാരണം എന്റെ സന്തോഷം അൾട്ടിമേറ്റിലാണ് നിൽക്കുന്നത്, ഏറ്റവും ഉന്നത സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് മാറ്റമില്ല. It's not because I have everything. എനിക്ക് എല്ലാം ഉള്ളത് കൊണ്ടല്ല ഞാൻ It's സന്തോഷിക്കുന്നത്. because I have the one who has everything. എനിക്ക് എല്ലാം ഉള്ളത് കൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്, പക്ഷേ എല്ലാം ഉള്ളവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അത് അവൻ മതി, സകലതിനും മതിയായവനാണ്. Amen. ആമേൻ. Hallelujah. So these people saw their enemies as bread. അവരുടെ ശത്രുക്കളെ അവർക്ക് ആഹാരമായി കണ്ടു. And they said that defense departed from them. അതിന്റെ 9ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയായിരിക്കുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവനെ ഭയപ്പെടരുത്. Your enemy has no defense. നിങ്ങളുടെ ശത്രുക്കൾക്ക് ആയുധമില്ലെന്ന് നിങ്ങൾക്കറിയാമോ? Let us read one more portion and we'll close. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ മെസ്സേജ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. After 40 years, 40 വർഷത്തിന് ശേഷം they conquered that land. അവര് ആ ദേശം, അവർക്ക് ദൈവം അവർക്ക് കൊടുത്ത കനാൻ ദേശം അവർ പിടിച്ചെടുത്തു. 40 years they have to wait because of one thing, unbelief. 40 വർഷം അവരുടെ അവിശ്വാസം മൂലം അവർക്ക് നഷ്ടപ്പെട്ടു. Don't waste your time. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. Joshua chapter 6 verse 16. യോശുവയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 16.